നമസ്കാരം. ഭരണഘടനാ വിരുദ്ധമെന്നും മുസ്ലിം വിരുദ്ധമെന്നും വിശേഷിപ്പിക്കപ്പെട്ട വഖഫ് ഭേദഗതി ബിൽ സംയുക്ത സഭാ സമിതിക്ക് വിട്ടു. ഭരണഘടനയെയും ഫെഡറൽ തത്വങ്ങളെയും വെല്ലുവിളിച്ച് മതപരമായ വിവേചനം കാണിക്കുകയാണ് സർക്കാരെന്ന് ഇന്ത്യ സഖ്യം ഒന്നാകെ ബിൽ അവതരണത്തിന് മുൻപുള്ള ചർച്ചയിൽ പറഞ്ഞു. മുസ്ലിം സമുദായത്തെ സംബന്ധിച്ച് ഈ വഖഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കൺസേൺ എന്താണ്? ഇവിടെ പിന്നെ വഖഫ് ചെയ്യുന്നത് എന്തൊക്കെ വഖഫായി മാറുമെന്ന് പറയുമ്പോൾ വളരെ സീരിയസ് ആയി ഒരാൾ അത് ഡെഡിക്കേറ്റ് ചെയ്യാൻ തീരുമാനിച്ചാൽ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് വഖഫായി മാറുന്ന തരത്തിലുള്ള പ്രൊവിഷൻസാണ് അതിനകത്ത് ആഡ് ചെയ്തത്. ഈ ഡെഡിക്കേഷൻ എന്ന് പറയുന്നാൽ ഒരു മെൻ്റലി ഒരു വ്യക്തിക്ക് ഒരു സ്വത്ത് ദൈവികമായി സമർപ്പിക്കാൻ തീരുമാനിച്ചാൽ അതെനിക്ക് ക്ഷേത്രത്തിന് വേണ്ടി സമർപ്പിക്കാം, ചർച്ചിന് സമർപ്പിക്കാം, അത് മോസ്കിന് വേണ്ടി സമർപ്പിക്കാം. ആ സമർപ്പണം എന്ന് പറഞ്ഞാൽ ഒരാളുടെ ചിന്തയാണ്. അതിൻ്റെ ആ ദൈവികത ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അത് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടാൻ ജീവിച്ചിരിക്കുമ്പോഴും മരിക്കുമ്പോഴും അത് പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന ഉദ്ദേശത്തോടെ 2013 അമെൻമെൻറ്റ് കൊണ്ടത്. ഇപ്പോൾ ചെയ്തിരിക്കുന്ന ജോലി എന്താണെന്ന് ചോദിച്ചാൽ വഖഫ് ആക്ട് 1995 പേരങ്ങ് മാറ്റി. യൂണിഫൈഡ് വഖഫ് മാനേജ്മെൻറ്റ് എംപവർമെൻറ്റ് എഫിഷ്യൻസി ആൻഡ് ഡെവലപ്മെൻറ്റ്. ഈ എംപവർമെൻറ്റ് എഫിഷ്യൻസി ഡെവലപ്മെൻറ്റ് എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ നല്ല സുഖമുള്ള വാക്കാണ്. അന്ന് ആ ആക്ടിൻ്റെ പേര് മാറ്റുകയാണ്. യൂണിഫൈഡ് വഖഫ് മാനേജ്മെൻറ്റ് എംപവർമെൻറ്റ് എഫിഷ്യൻസി ആൻഡ് ഡെവലപ്മെൻറ്റ് ആക്ട് 1995 എന്നൊരു പേരങ്ങോട്ട് ഇട്ടിട്ട് ആ പേരിങ്ങനെ മുകളിലോട്ട് വെച്ചതിന് ശേഷം അകത്ത് ചെയ്തിരിക്കുന്ന പണി എന്താണെന്നറിയാമോ? എന്തൊക്കെ വഖഫ് ആവില്ല എന്നങ്ങ് തീരുമാനിച്ചു. വഖഫ് ചെയ്യുന്ന ഒരാൾ 5 കൊല്ലം പ്രാക്ടീസിങ് മുസ്ലിം ആയിരിക്കണമെന്ന് നിർബന്ധമാണ്. ഒരാൾ വഖഫ് ചെയ്താൽ അയാൾ പ്രാക്ടീസിങ് മുസ്ലിം ആയിരിക്കണം 5 വർഷം. മുസ്ലിം അല്ലാത്ത ഒരാൾക്ക് ഒരു സ്ഥാപനത്തിലേക്ക് ഒന്നും കൊടുക്കാൻ പറ്റില്ല. മുസ്ലിമുകളായ എത്രയോ ആളുകൾ ക്ഷേത്രങ്ങൾക്ക് സ്ഥലം കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ഹിന്ദുക്കളായ എത്രയോ ആളുകൾ പള്ളികൾക്ക് സ്ഥലം കൊടുത്തിരിക്കുന്നു. അതിനൊക്കെ വഖഫിൻ്റെ സ്വഭാവം ഉണ്ടായിരുന്നു. ഇവിടെ പറഞ്ഞു മുസ്ലിമായ പോരാ 5 കൊല്ലം പ്രാക്ടീസിങ് ആരപ്പോൾ തീരുമാനിക്കുന്ന ഇയാൾ പ്രാക്ടീസിങ് മുസ്ലിം ആണോ അല്ലയോ എന്ന്? ഇത് വഖഫ് അല്ല എന്ന് ഡിക്ലെയർ ചെയ്യാൻ ഹി വാസ് നോട്ട് എ പ്രാക്ടീസിങ് മുസ്ലിം ഡ്യൂറിങ് ദാറ്റ് പീരീഡ് എന്ന് പറഞ്ഞാൽ പോരെ? അപ്പോൾ അത്രത്തോളം വഖഫ് പ്രോപ്പർട്ടിയെ മേൽ കടന്നു കയറാനുള്ള പ്രൊവിഷൻ അവിടെ മുതൽ തുടങ്ങിയിട്ട് കളക്ടർക്ക് അധികാരം കൊടുത്തിരിക്കുക. ഒരു ഗവൺമെൻറ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ ഡെഫിനിഷനും കൊണ്ടുവന്നു. എന്നിട്ട് എല്ലാം ഗവൺമെൻറ്റിന് കൺട്രോളിലെ എല്ലാം ഗവൺമെൻറ് ഓർഗനൈസേഷനാണ്. ഈ രാജ്യത്ത് മതസ്ഥാപനങ്ങളെ സംബന്ധിച്ച് അവർക്ക് അവരുടെ പ്രോപ്പർട്ടി ഓൺ ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനുമുള്ള മൗലികാവകാശം ഉണ്ട് എന്നിരിക്കെ മുസ്ലിം മതവിഭാഗത്തിൻ്റെ അത്തരം ഒരു അവകാശത്തിൻ്റെ മുകളിൽ സർക്കാർ കടന്നു കയറേണ്ട എന്താവശ്യമുണ്ട്? അഭിലാഷ, കേൾക്കാനൊക്കെ വളരെ രസമാണ്. നമുക്ക് എല്ലാവർക്കും തന്നെ ഈ ഫ്രീഡം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. നമുക്ക് വളരെ ആർട്ടിക്കിൾ 15 പ്രകാരം നമുക്ക് എല്ലാവർക്കും തന്നെ വളരെയധികം സ്വാതന്ത്ര്യം ഈ രാജ്യത്തുണ്ട്. പക്ഷേ എൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എൻ്റെ മൂക്കിൻ്റെ തുമ്പത്ത് വരെ ഉള്ളൂ. എൻ്റെ മേലേക്ക് കുതിര കയറാനുള്ള ഒരു സ്വാതന്ത്ര്യം നിങ്ങൾക്കോ നിങ്ങളുടെ മേലേക്ക് കുതിര കയറാനുള്ള ഒരു സ്വാതന്ത്ര്യം എനിക്കോ ഇല്ല. കഴിഞ്ഞ വർഷം തമിഴ്നാട്ടിൽ തിരുച്ചന്ദ്രൻ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൻ്റെ പേര് അങ്ങനെയാണെന്ന് തോന്നുന്നു, അതിനകത്ത് എനിക്ക് പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആവുന്നില്ല എന്നേ ഉള്ളൂ. ആ ഒരു ഗ്രാമം പരിപൂർണമായിട്ടും വഖഫിൻ്റെ പ്രോപ്പർട്ടിയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു നോട്ടീസ് അയക്കപ്പെടുകയുണ്ടായി. ആ ഗ്രാമത്തിലുള്ള ആൾക്കാർ എത്രയോ തലമുറകളായിട്ട് അവിടെ ജീവിക്കുന്ന ആൾക്കാർ, 2-3 തലമുറകളായിട്ട് അവിടെ ജീവിക്കുന്ന ആൾക്കാർ അപ്പം തന്നെ അവിടെ ഉണ്ട്. അവർക്ക് വില്ലേജ് ഓഫീസിൽ പോയിട്ട് അവരുടെ ഒരു വസ്തു ക്രയവിക്രയം ചെയ്യാൻ പോലും സാധിക്കുന്നില്ല. നിങ്ങൾ പ്രോപ്പറായിട്ട് ആ ഗ്രാമത്തിൽ പോയിട്ട് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുള്ള ജനങ്ങൾ ഇന്നും പറയാൻ തയ്യാറാവും. 1000 വർഷത്തിന് മുകളിലായിട്ട് അവിടെ ഒരു ക്ഷേത്രം നിലനിൽക്കുന്നുണ്ട്. ആ ക്ഷേത്രത്തിനകത്ത് ആ ക്ഷേത്രം എപ്പോഴാണ് പണിഞ്ഞു വെച്ചിരിക്കുന്നതെന്ന് ചോളരാജാക്കന്മാരുടെ കാലഘട്ടം മുതൽ പണിഞ്ഞു വെച്ചിരിക്കുന്നത് വളരെ കൃത്യമായിട്ട് അതിൻ്റെ അകത്ത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ വഖഫ് ബോർഡ് പറയുകയാണ് ഈ ഗ്രാമം പരിപൂർണമായിട്ട് ഞങ്ങളുടേതാണെന്ന്. ആ ഗ്രാമത്തിലുള്ള ജനങ്ങൾക്ക് കോടതിയിൽ പോകാൻ അവകാശമില്ല, വില്ലേജ് ഓഫീസിൽ പോകാൻ അവകാശമില്ല, എങ്ങും പോകാൻ അവകാശമില്ല. ഞാൻ ഇന്ന് താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട് എൻ്റേതാണ് എന്ന് എനിക്ക് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ വഖഫ് ബോർഡിൻ്റെ മുമ്പിലേക്ക് പോകണം. വഖഫ് ബോർഡിൻ്റെ മുമ്പിൽ ഞാൻ എൻ്റെ ചെലവിൽ ഞാൻ അവിടെ പോയിട്ട് പ്രൂവ് ചെയ്യണം ഇത് വഖഫിൻ്റെ പ്രോപ്പർട്ടി അല്ല. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വഖഫിൻ്റെ പ്രോപ്പർട്ടി ആകുന്ന എന്താണ്, അദ്ദേഹം വളരെ ഭംഗിയായിട്ട് ഷുഗർ കോട്ട് ചെയ്തൊക്കെ പറഞ്ഞു, ഒരാളുടെ ചിന്തയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ ചിന്തയാണ് എന്ന് പറയുന്നത് തന്നെയാണ് പ്രശ്നം. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ഓറലി അങ്ങ് പറഞ്ഞു എന്നങ്ങ് സ്ഥാപിച്ചാൽ മതി.
അതായത് ഇപ്പോൾ അഭിലാഷ് പറയുകയാണ്, എന്താണ് അഭിലാഷ് പറഞ്ഞു എന്ന് അഭിലാഷിന്റെ ഒരു പേരക്കുട്ടിയോട് പോയിട്ട് പറയാണ്, അഭിലാഷ് അന്ന് പറഞ്ഞിരുന്നു എന്താണ്, ഈ പ്രോപ്പർട്ടി വഖഫിന് തരാമെന്ന് പറഞ്ഞിരുന്നു, രേഖ വേണ്ട, ഡീഡ് വേണ്ട, ഒന്നും വേണ്ട, നിങ്ങളുടെ ചിന്ത ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ മാത്രം മതി. വളരെ നല്ല ഒരു നിയമമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ ഈ പറയുന്ന ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. കാര്യങ്ങളൊക്കെ റെക്ടിഫൈ ചെയ്യാൻ നിയമനിർമ്മാണം നടത്താം. പക്ഷെ ഇവിടെ നോക്കൂ, ഈ നിയമത്തിലെ തന്നെ പ്രൊവിഷൻ ഒന്ന് നോക്കൂ. ഇപ്പോ സെൻട്രൽ വഖഫ് കൗൺസിലിൽ മുസ്ലിം ഇതരരായ അംഗങ്ങൾ എന്തിനാണ്? ദേവസ്വം ബോർഡിൽ ഹിന്ദു ഇതര അംഗങ്ങൾ ഉണ്ടോ? പാരീഷ് കൗൺസിലിൽ ക്രിസ്ത്യൻ ഇതര അംഗങ്ങൾ ഉണ്ടോ? ഗുരുദ്വാര നടത്തുന്ന കമ്മിറ്റിയിൽ സിഖ് ഇതരായിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? സംസ്ഥാന വഖഫ് ബോർഡുകളിൽ എന്തിനാണ് മുസ്ലിം ഇതര അംഗങ്ങൾ? എന്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു വിഷയത്തിനകത്ത് ഇപ്പോൾ പാളയം പള്ളി ഇരിക്കുന്ന സ്ഥലം ഗവൺമെന്റ് സ്ഥലമാണ് എന്ന് യുവരാജ് ഗോകുലിനൊരു ഡിസ്പ്യൂട്ട് ഉണ്ട് എന്ന് വെക്കുക. അങ്ങനെ പറഞ്ഞാൽ അതിൽ തീരുമാനം എടുക്കേണ്ട ആൾ കളക്ടറാണ് എന്ന് വരികയാണ്. കളക്ടർ ആ തീരുമാനം എടുക്കുന്നത് വരെ, യുവരാജ് ആ ഡിസ്പ്യൂട്ട് ഉന്നയിച്ച സമയം മുതൽ കളക്ടർ ആ തീരുമാനം എടുക്കുന്നത് വരെ ഈ പാളയം പള്ളി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മസ്ജിദ് അത് വഖഫ് പ്രോപ്പർട്ടി അല്ലാതാവുകയാണ്. ഇതെങ്ങനെയാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു സമൂഹത്തെ എങ്ങനെയാണ് ബാധിക്കുക? എനിക്ക് മനസ്സിലായില്ല. ഞാൻ നാളെ രാവിലെ പോയിട്ട് ഒരു രേഖയും ഹാജരാക്കാണ്ട് ഇതെന്റെ പ്രോപ്പർട്ടി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ മഹാരാജ്യത്ത് ഏത് പ്രോപ്പർട്ടിയാണ്? താങ്കളുടെ പ്രോപ്പർട്ടി ആണെന്നല്ല. അല്ലല്ല, ഞാൻ ചോദിക്കട്ടെ, അഭിലാഷ് ഇത് വളച്ചൊളിച്ച് അവതരിപ്പിക്കരുത്. അങ്ങനെയൊന്നും അല്ല. വഖഫ് ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. റവന്യൂ രേഖകൾ നോക്കി ഇത് പള്ളിയുടെ പ്രോപ്പർട്ടി ആണെന്ന് ആ ഡിസ്പ്യൂട്ട് സെറ്റിൽ ചെയ്യുന്നത് വരെ, ആ നിമിഷം വരെയും അത് വഖഫ് പ്രോപ്പർട്ടി അല്ലായിരിക്കും, അല്ലെങ്കിൽ വഖഫ് പ്രോപ്പർട്ടി എന്ന സ്റ്റാറ്റസ് ആ പ്രോപ്പർട്ടിക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ് ഈ നിയമം. അഭിലാഷെ, പ്രോപ്പറായിട്ടുള്ള രേഖകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ കളക്ടർക്ക് ഒരു വിഷയത്തിൽ തീരുമാനം എടുക്കാൻ വേണ്ടി 5-10 മിനിറ്റ് മാത്രം മതി. ഇത് എന്താണ്, ഒരു ചിന്തയിൽ നിന്നുണ്ടായി എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം നേരത്തെ മുഹമ്മദ് ഷാ പറഞ്ഞതുപോലെ തന്നെ പ്രത്യേകിച്ച് ഒരു രേഖകൾ, ഇപ്പൊ പാളയം മസ്ജിദിന്റെ കാര്യം അങ്ങ് പറഞ്ഞു, തൊട്ടടുത്തിരിക്കുന്ന അമ്പലം നാളെ ഈ മസ്ജിദ് പറയുകയാണ്, അല്ലെങ്കിൽ വഖഫ് ബോർഡ്, മസ്ജിദിന്റെ അല്ല വഖഫ് ബോർഡ് പറയുകയാണ് ഞങ്ങളുടേതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ അത് അമ്പലത്തിൻ്റെതല്ലാണ്ടായിട്ട് മാറിയെന്നേ. അത് ദേവസ്വം ബോർഡിന്റെ അല്ലാണ്ടായിട്ട് മാറി. നേരെ മറിച്ച് അമ്പലം പറയാണ് ഇത് ഞങ്ങളുടേതാണെന്ന് പറഞ്ഞാൽ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കാനേ പറ്റൂ. കൂടിപ്പോയാൽ നമുക്ക് കളക്ടർ അടുത്ത് പോവാം, അതിൻ്റെ അപ്പുറത്ത് കോടതിയിൽ പോവാം, വ്യവഹാരങ്ങളിലേക്ക് പോകാം, എല്ലാം പോകാം. വഖഫ് ബോർഡ് പറയാണ് ഈ അമ്പലം ഞങ്ങളുടേതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു. പിന്നെ കോടതിയിൽ പോകണ്ട, കളക്ടറുടെ അടുത്ത് പോകണ്ട, ആരുടെ അടുത്തും പോകണ്ട. വഖഫ് ബോർഡിന്റെ അടുത്ത് പോയിട്ട് ഈ പറയുന്ന അമ്പല കമ്മിറ്റിക്കാരിരിക്കണത് ഞങ്ങളുടേതാണ് കേട്ടോ, നിങ്ങളുടേതല്ല കേട്ടോ. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വഖഫിന്റെ നിയമങ്ങളിൽ വഖഫ് ചെയ്യാം എന്നൊക്കെ പറയുന്നതിന്റെ നിയമങ്ങളിൽ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കാലങ്ങളായിട്ട് റിലീജിയസ് പ്രാക്ടീസ് അനുവദിച്ചു വരുന്ന സ്ഥലങ്ങളെയൊക്കെയും വഖഫ് ബോർഡിന് കയറിയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത്. നാളെ പുത്തരിക്കണ്ട മൈതാനത്ത് എത്രയോ വർഷങ്ങളായിട്ട് ഈദ്ഗാഹ് നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളുടെ റിലീജിയസ് ആക്ടിവിറ്റി അവിടെ നടക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നാളെ പുത്തരിക്കണ്ട മൈതാനം ഞങ്ങളുടേതാണെന്ന് അവർ ക്ലെയിം ചെയ്താൽ എന്ത് ചെയ്യും? അങ്ങനെ ഇതുവരെ നമാസ് നടന്നിട്ടുള്ള എത്ര മൈതാനങ്ങൾ ഇത്തരത്തിൽ വഖഫ് പ്രോപ്പർട്ടി ആയിട്ടുണ്ട്? കേൾക്കട്ടെ, ഞാനൊന്ന് ചോദിക്കട്ടെ. ദ്വാരകയില് 2 ഐലൻഡ് ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞിട്ട് അവർ ക്ലെയിം ചെയ്തിട്ടുണ്ട്. ഗുജറാത്തിലെ അഹമ്മദാബാദിലാണെന്ന് തോന്നുന്നു മുനിസിപ്പൽ കോർപ്പറേഷൻ ഇരിക്കുന്ന ബിൽഡിംഗ്, മെയിൻ ബിൽഡിംഗ് ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞ് ക്ലെയിം ചെയ്തിട്ടുണ്ട്. അങ്ങനെ എത്രയോ ക്ലെയിം നടന്നിരിക്കുന്നു. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. തിരൂരിനടുത്തിട്ടുള്ള അറക്കൽ ഭഗവതി ക്ഷേത്രം, അറക്കൽ ഭഗവതി ക്ഷേത്രത്തിന് ഒരു ദിവസം അങ്ങ് നോട്ടീസ് വരികയാണ് ഇത് ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞിട്ട്. 2013 മുൻപ് നോട്ടീസ് കിട്ടിയത് കൊണ്ട് മാത്രം അതിന്ന് കോടതിയിൽ നിൽക്കുകയാണ്. 2013 ശേഷമാണ് ആ നോട്ടീസ് വന്നിരിക്കുന്നത്. 2013 കോൺഗ്രസ് ഗവൺമെന്റ് ആണ് ഈ പറയുന്ന അമെന്റ്മെന്റ് കൊണ്ടുവന്നിരിക്കുന്നത്. അങ്ങനെ ഒരു 2013 ശേഷമാണ് ആ നോട്ടീസ് വന്നിരുന്നെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. അവർക്ക് ഈ പറയുന്ന പോലെ വഖഫിന്റെ അടുത്ത് പോയിരിക്കേണ്ടി വന്നേനെ. ഇപ്പൊ ഞാൻ അഭിലാഷ് ചോദിച്ചല്ലോ എവിടെയാണ് ക്ലെയിം ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചല്ലോ. അഭിലാഷ് ഞാൻ വളരെ കൃത്യമായിട്ടൊരു ഉദാഹരണം പറഞ്ഞു തന്നു. തമിഴ്നാട്ടിൽ തിരുച്ചെന്തൂർ ഒരു ഗ്രാമം മുഴുവനായിട്ട് ഞങ്ങളുടെ ക്ഷേത്രം ഉൾപ്പെടെ. കിരൺ റിജിജു ഇന്ന് പാർലമെന്റിലും പറഞ്ഞു. ഞാൻ അതിലേക്ക് വരാം. ഇവിടെ ചോദ്യം ഗോകുലിനോട് ചോദിക്കുകയാണ്, ദേവസ്വം ബോർഡിന്റെ ഭരണത്തിലേക്ക് 2 മുസ്ലിങ്ങളും 2 ക്രിസ്ത്യാനികളും ഉണ്ടാകൽ നിർബന്ധമാണ് എന്നൊരു നിയമം ഉണ്ടാക്കിയാൽ യുവരാജ് ഗോകുൽ BJP വക്താവ് അതിനെ പിന്തുണയ്ക്കുമോ? ഒറ്റ ചോദ്യമാണ്. അത് ശരിയാണെന്ന് പറയുമോ? തെറ്റാണോ ശരിയാണോ? മുഹമ്മദ് ഷാ, ഇരട്ടത്താപ്പ് പറയാൻ പറ്റില്ലല്ലോ. ഇല്ല, ഇരട്ടത്താപ്പ് വളരെ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ താങ്കൾക്ക് മറുപടി വരാം. ദേവസ്വം ബോർഡിന് ഏതെങ്കിലുമൊക്കെ ഒരു പള്ളിയുടെ സ്ഥലം പോയിട്ട് ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ പള്ളിയുടെ ഉത്തരവാദിത്വമായിട്ട് മാറും. അത് ഞങ്ങളുടേതല്ല എന്ന് പ്രൂവ് ചെയ്യുക എന്ന് പറയുന്ന ഒരു നിയമം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ നാട്ടില് ഹിന്ദുവിന്റെയോ മുസൽമാന്റെയോ ക്രിസ്ത്യാനിയുടെയോ സിഖുകാരന്റെയോ ആരുടെ ഭൂമി ആയിരുന്നാലും ദേവസ്വം ബോർഡ് ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് ക്ലെയിം ചെയ്യുകയാണത് ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞ് ക്ലെയിം ചെയ്ത് കഴിയുമ്പോൾ
അത് പ്രൂവ് ചെയ്യേണ്ടതിൻ്റെതായ ഉത്തരവാദിത്വം ഈ പറയുന്ന നോൺ ഹിന്ദുസിന് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ദേവസ്വം ബോർഡിന്റെ മുമ്പിൽ വന്ന് കരഞ്ഞ് വെഴുകി നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം അവർക്കുണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ദേവസ്വം ബോർഡിനകത്ത് പരിഗണിക്കാവുന്നതാണ്. നിലവിൽ ദേവസ്വം ബോർഡിന് അങ്ങനെയുള്ള റൈറ്റുകളില്ല, അവകാശങ്ങളില്ല, ആരുടെയും ക്ലെയിം ചെയ്യാനുള്ള യാതൊരു റൈറ്റും ഇല്ല. അപ്പോ അത്തരത്തിലൊരു സാഹചര്യം വഖഫ് ബോർഡുമായിട്ട് നിലനിൽക്കുമ്പോ അതുമായിട്ട് സഹകരിക്കേണ്ടി വരുന്നത് എല്ലാവരുടെയും ഉത്തരവാദിത്വം. തീർച്ചയായിട്ടും അഭിലാഷേ, ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഒന്നിലധികം ക്ഷേത്രങ്ങളുടെ ഉദാഹരണം തന്നെ ഞാൻ ഇതുവരെ പറഞ്ഞു കഴിഞ്ഞു. ഇത് വഖഫ് ഭൂമിയാണ് എന്ന് പറഞ്ഞ് കയറി ക്ലെയിം ചെയ്യുന്നു. ഇപ്പോൾ ശ്രീ മുഹമ്മദ് ഷാ ഇവിടെ പറയുന്നുണ്ടായിരുന്നു, അതിൽ നിന്നും ഞാൻ താങ്കളുടേക്ക് വളരെ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ വരാം. അദ്ദേഹം പറയുന്നുണ്ടായിരുന്നതാണ് ദേവസ്വം ബോർഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഏറ്റവും കൂടുതൽ ലാൻഡ് ക്ലെയിം, സിവിൽ ക്ലെയിംസ് നിൽക്കുന്നത്. സിവിൽ ക്ലെയിംസ് നിൽക്കട്ടെ തന്നെ, അത് കോടതിയിലല്ലേ, അത് നാട്ടിൽ ഒരുപാട് സിവിൽ ക്ലെയിംസ് അത്തരത്തിൽ നിൽക്കുന്നുണ്ടെന്ന് ലാൻഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ഇവിടെ ആൾക്കാർക്ക് ഇപ്പൊ ദേവസ്വം ബോർഡ് ഒരു ഭൂമി തങ്ങളുടേതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൾക്കാരെ നേരെ ദേവസ്വം ബോർഡ് ഓഫീസിൽ വന്നിരിക്കുക എന്നുള്ളതല്ലല്ലോ അവിടുത്തെ സിസ്റ്റം എന്ന് പറയുന്നത്. കോടതിയിലേക്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. നേരെ കോടതിയിലേക്ക് പോവുക എന്നുള്ളതല്ലേ. അവിടെയല്ലേ ഡിസ്പ്യൂട്ട് നടക്കുന്നത്, അവിടെയല്ലേ തർക്കം നടക്കുന്നത്, അവിടെയല്ലേ വാഗ്വാദം നടക്കുന്നത്. ഇവിടെ എന്താണ് നടക്കുന്നത്? ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഖഫ് ബോർഡിന്റെ മുമ്പിലേക്ക് വരിക എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഇപ്പൊ അതിന്റെ പേര് എന്താണ്, മുത്താലിന്നോ എന്താണല്ലോ ഇപ്പൊ അഭിലാഷ് ചോദിച്ച ചോദ്യത്തിന് തന്നെ അതിന്റെ ഉത്തരവുണ്ട്. ഇപ്പോ 2013 മുൻപ് വരെയും ഈ പറയുന്ന വഖഫിന്റെ ലാൻഡുകളുടെ സർവേ നടത്തേണ്ടുന്നത് ആരുടെ ഉത്തരവാദിത്വമായിരുന്നു? ഉത്തരവാദിത്വം വഖഫ് ബോർഡിൻ്റെതായിരുന്നു, ഗവൺമെന്റിൻ്റെതായിരുന്നില്ല. പക്ഷെ 2013 അമെൻമെന്റ് കൊണ്ടുവന്നിട്ട് ഈ ഇതിന്റെ അകത്തുള്ള ഉദ്യോഗസ്ഥരെ എല്ലാവരെയും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാക്കി മാറ്റുക എന്നുള്ളതാണ്. എന്നിട്ട് ഓരോ സ്റ്റേറ്റിന്റെയും ഉത്തരവാദിത്വമായിട്ട് മാറിയിരിക്കുകയാണ് ഈ വഖഫിന്റെ ലാൻഡിന്റെ സർവേ നടത്തുക എന്നുള്ളത്. ഓരോ സ്റ്റേറ്റിന്റെയും ചിലവായിട്ടും ഓരോ സ്റ്റേറ്റിന്റെയും ബാധ്യതയായിട്ടും മാറിയിരിക്കുകയാണ്. അപ്പൊ ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു വിഷയമാണ്. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് പറയുന്നുണ്ടല്ലോ, 2006 സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നില്ലേ ഈ പറയുന്ന വഖഫ് ആക്ട് മുഴുവനായിട്ടും റീവാമ്പ് ചെയ്യേണ്ടതാണെന്നും അതിന്റെ അഡ്മിനിസ്ട്രേഷൻ പ്രോപ്പറായിട്ട് റീവാമ്പ് ചെയ്യപ്പെടേണ്ടതാണെന്നും 2006 സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് പറയുന്നില്ല. പ്രാതിനിധ്യം ഉറപ്പാക്കണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വരുമാനം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ പ്രൊഫഷണലായി മാനേജ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അതല്ലാതെ സർക്കാർ ഉദ്ദേശിക്കുന്ന ഒരു കാര്യവും സച്ചാർ കമ്മിറ്റി ശുപാർശ ചെയ്തിട്ടില്ല. സച്ചാർ കമ്മിറ്റി പറഞ്ഞിരിക്കുന്ന അനുസരിച്ചിട്ട് അതിൻ്റെ അകത്തുള്ള പ്രവർത്തനങ്ങളിൽ ട്രാൻസ്പെറൻസി കുറവുണ്ട്. അത് കംപ്ലീറ്റ്ലി ഒന്ന് റീവാമ്പ് ചെയ്യണം, ഓവർഹോൾ ചെയ്യണം എന്നുള്ളതാണ് സച്ചാർ കമ്മിറ്റി 2006 റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ 2008 ഒരു ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി ഇതേ വിഷയവുമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി അന്ന് മുമ്പോട്ട് വെച്ചിരിക്കുന്ന സ്റ്റഡീസ് അല്ലെങ്കിൽ റിപ്പോർട്ട്, രാജ്യസഭയിൽ ടേബിൾ ചെയ്തിരിക്കുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ NDA ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്ന അതേ കാര്യം തന്നെയാണ് അവരും കൊണ്ടുവന്നിരിക്കുന്നത്. അന്ന് നിങ്ങൾക്കത് മുസ്ലിം വിരുദ്ധമായിട്ട് തോന്നിയില്ലേ ശ്രീ മുഹമ്മദ് ഷാ? എനിക്കത് മനസ്സിലാകാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. അന്ന് നിങ്ങളുടെ ഗവൺമെന്റ് ആണല്ലോ, UP ആണല്ലോ കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് എന്റെ കയ്യിൽ വഖഫ് ആക്ട് മുഴുവനായിട്ട് എന്റെ കയ്യിലുണ്ട്. പക്ഷേ ഈ വഖഫ് ആക്ട് മുഴുവനായിട്ട് ഇപ്പൊ എടുത്ത് വെച്ചിട്ട് വായിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമൊന്നും അല്ല. പർട്ടിക്കുലർലി ഇന്ന് രാവിലെ തുടങ്ങിയ ഒരു വിഷയമാണ്. ഇന്ന് ഒരു ദിവസം കൊണ്ട് ഫുള്ള് വായിച്ചു തീർക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. അല്ല, ഞാൻ പറയട്ടെ, ഞാൻ ചോദിക്കുന്നത് 2008 ശ്രീ മുഹമ്മദ് ഷാ 2008 ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി മുമ്പോട്ട് വെച്ചിരിക്കുന്ന റിപ്പോർട്ട് തന്നെയല്ലേ, ഓൾമോസ്റ്റ് അത് തന്നെയല്ലേ ഇപ്പോഴും നടപ്പിലാക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. ഇനി നിങ്ങൾക്ക് അതിനകത്ത് എതിരഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ എതിരഭിപ്രായം എവിടെയാണ് എന്ന് രേഖപ്പെടുത്തണം. അല്ല യുവരാജ്, ഇതിൽ നമ്മളിപ്പോ കുറെ സാങ്കേതികത്വം പറഞ്ഞാൽ കേൾക്കുന്ന ആളുകൾക്ക് ഒന്നും മനസ്സിലാവില്ല. മൗലികമായ ചോദ്യം ഉണ്ടല്ലോ, അതായത് ഈ വഖഫ് ഭൂമി, ഒരു പള്ളിയുടെ ഭൂമി അല്ലെങ്കിൽ ആ പള്ളിയുടെ ഭാഗമായിട്ടുള്ള അനാഥാലയത്തിന്റെ, മദ്രസയുടെ ഭൂമി, ഇതൊക്കെ വഖഫ് സ്വത്താണല്ലോ. ഇത് പൊതു സ്വത്തല്ല, ഇത് സ്വകാര്യ സ്വത്താണ്. മുസ്ലിം മതസ്ഥർ അവരുടെ ആചാരപരമായ മതപരമായ കാര്യങ്ങൾക്ക് വേണ്ടി സമാഹരിച്ചതോ സംഭാവന ചെയ്തതോ ആയിട്ടുള്ള സ്വത്താണല്ലോ. അത് പൊതു സ്വത്തല്ല എന്നുള്ള നിലയിൽ കാണേണ്ടതിന് പകരം അത് സ്വകാര്യ സ്വത്താണെന്നിരിക്കുക അതിനെ എങ്ങനെയാണ് ഭരണകൂടം അതിന്റെ ഏജൻസികളാൽ അല്ലെങ്കിൽ അതിന്റെ പ്രതിനിധികളാൽ ഭരിക്കുക എന്ന മൗലികമായ പ്രശ്നമില്ലേ? അത് നാളെ ദേവസ്വത്തിന്റെ കാര്യത്തിലും ക്രിസ്ത്യൻ പള്ളിയുടെ കാര്യത്തിലും ഒക്കെ വന്നൂടെ? അപ്പോൾ അമ്പലം അതുമായി ബന്ധപ്പെട്ട ആളുകളും പള്ളികൾ അതുമായി ബന്ധപ്പെട്ട ആളുകളും മോസ്കുകൾ അതുമായി ബന്ധപ്പെട്ട ആളുകളും നടത്തുക എന്നുള്ള നമ്മുടെ മൗലികമായ ആ സങ്കല്പ തന്നെ വിരുദ്ധമാകുന്ന വിധത്തിൽ ഒരു ന്യൂനപക്ഷ മതത്തിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ അവരുടെ സ്വത്തുക്കളുടെ കാര്യത്തിൽ സർക്കാരിന്റെ, അഡ്മിനിസ്ട്രേഷന്റെ, ഗവൺമെന്റിന്റെ ഇന്റർഫിയറൻസ് ഉണ്ടാവുന്നു. അതാണല്ലോ ഇവിടുത്തെ പ്രശ്നം. അതിലേക്ക് വരൂ.
അത് ഇന്ത്യയിൽ മാത്രമല്ല അഭിലാഷ് സംഭവിച്ചിട്ടുള്ളത്. സൗദി അറേബ്യയിൽ GA ഉണ്ടല്ലോ, നമ്മുടെ അതിൻ്റെ ഫുൾ ഫോം എനിക്ക് കിട്ടുന്നില്ല പെട്ടെന്ന്. ഈ സൗദി അറേബ്യയിൽ GA ഉണ്ട്. അതിൻ്റെ അകത്ത് ഉൾപ്പെടെ നോൺ മുസ്ലിം ആയിട്ടുള്ള ആൾക്കാർ പ്രതിനിധികളായിട്ട് ഇരിക്കുന്നുണ്ട്. ഒന്ന്. രണ്ട്, ഈ നോൺ മുസ്ലിം എന്ന് പറയുന്നത് ആരെയാണ്? ഒന്ന് കളക്ടറാണ്, രണ്ട് ആ പ്രാദേശികമായിട്ടുള്ള MP ആണ്. അവർ മുസ്ലിം ആകാം, മുസ്ലിം ആകാതെ ഇരിക്കാം, അല്ലാണ്ട് രണ്ട് നോൺ മുസ്ലിംസിനെ എടുത്തിടുക എന്ന് പറയുന്നത് നിർബന്ധമായിട്ടില്ല. ഇനി വേറൊരു കാര്യം, ഞാനൊരു നോൺ മുസ്ലിം അല്ലല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ നോൺ മുസ്ലിം വഖഫ് കൗൺസിലിലേക്ക് 3 MP വരും. ആ 3 പേരും നോൺ മുസ്ലിംസ് ആവാം. നോക്കൂ, ഇപ്പോ കേരളത്തിൽ നമുക്ക് ദേവസ്വം ബോർഡ് ഉണ്ടല്ലോ. ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, ദേവസ്വം ബോർഡ് ഭരണം തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ടതും അല്ലാത്തതുമായ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വോട്ടവകാശം ഹിന്ദു MLA-മാർക്ക് മാത്രമേ ഉള്ളൂ. ഹിന്ദു MLA-മാർ തീരുമാനിക്കുന്ന, CPM-ലും കോൺഗ്രസിലും നിങ്ങൾക്ക് ഉള്ള സമയത്ത് നിങ്ങളുടെ പാർട്ടിയിലും ഒക്കെ പെടുന്ന ഹിന്ദു MLA-മാർ മാത്രം തീരുമാനിക്കുന്ന സംവിധാനമാണ് ദേവസ്വവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യവും. അപ്പോഴാണ് നമ്മൾ ഈ വഖഫിന്റെ കാര്യത്തിൽ ഈ വർത്തമാനം പറയുന്നത്. ഈ ഹിന്ദു എന്ന് പറയുമ്പോൾ ഈ കമ്മ്യൂണിസ്റ്റുകാരെയൊക്കെ നമ്മളിപ്പോ ഹിന്ദുക്കളായിട്ട് തന്നെ കാണാൻ കഴിയുമോ? കമ്മ്യൂണിസ്റ്റുകാർ സമ്മതിക്കുമോ? അവിശ്വാസമായിട്ടുള്ള ആൾക്കാർ ഇപ്പൊ ഹിന്ദുവിന്റെ ക്ഷേത്രങ്ങളിൽ കയറി അഭിപ്രായം പറയുന്ന ഒരു സാഹചര്യം അവിടെ നിൽക്കുന്ന, അതവിടെ നിൽക്കട്ടെ, കേട്ടില്ല, അതവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിക്കുന്നത് അതല്ല. ഈ ആന്ധ്രാപ്രദേശിലെ നമ്മുടെ ഈ പറയുന്ന വഖഫ് ബോർഡ് ഉണ്ടല്ലോ, ആന്ധ്ര വഖഫ് ബോർഡ് ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് 2013 തോന്നുന്നു പറഞ്ഞിരുന്നത് അഹമ്മദീയർ കാഫിറുകളാണ് എന്നുള്ള വാക്കുകളാണ് ഉപയോഗിച്ചിരുന്നത്. അഹമ്മദീയർ എന്ന് പറഞ്ഞാൽ കാഫിറാണ്, അവരെ ഞങ്ങൾ മുസ്ലിമായിട്ട് കണക്കാക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് ആരെയൊക്കെയാണ് മുസ്ലിമായിട്ടും നോൺ മുസ്ലിമായിട്ടും കണക്കാക്കുന്നത് എന്നുള്ളത് നിങ്ങളുടെ അകത്തുള്ള വിഷയമാണ്. ഞങ്ങൾക്ക് അതിനെ കുറിച്ചിട്ട് അറിയില്ല. ഇന്ത്യൻ ഭരണഘടനയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ഈ കാണുന്ന അഹമ്മദിയരായാലും ശരി, ഷിയകളായാലും ശരി, സുന്നികളായാലും ശരി, എല്ലാവരും മുസ്ലിം വിഭാഗത്തിൽ പെടുന്നതാണ്. ഇതിന്റെ അകത്ത് നിങ്ങൾ നോൺ മുസ്ലിം എന്ന് പറയുമ്പോൾ ആരാണ് നോൺ മുസ്ലിം എന്ന് നിങ്ങൾ തീരുമാനിക്കുക. നിർമ്മാണത്തിന് അതൊക്കെ ഇപ്പൊ അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന് കേരളത്തിൽ എത്ര പള്ളിയുണ്ട്? കോഴിക്കോട് അവരുടെ ഒരു വലിയ പള്ളിയിൽ ഞാൻ പോയിട്ടുണ്ട്. അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന് കേരളത്തിൽ ധാരാളം പള്ളികളുണ്ട്. അവർ അവരുടെ ആരാധനാക്രമം അനുസരിച്ച് ജീവിക്കുന്നു. മറ്റ് സെക്ടുകൾ, ഓരോ സെക്ടുകളുണ്ടല്ലോ, അവരവരുടേതായ ആരാധനാക്രമം അനുസരിച്ച് ജീവിക്കുന്നു, അവരുടെ ആരാധന നടത്തും. അതൊക്കെ വിടൂ. ഇവിടുത്തെ പ്രശ്നം എന്താണ്? എങ്ങനെയാണ് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ അല്ലെങ്കിൽ സ്വകാര്യ സ്വത്തിൽ സർക്കാരിന്റെ അഡ്മിനിസ്ട്രേഷൻ വരിക? മാത്രമല്ല, നോക്കൂ, വഖഫ് ബൈ യൂസ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതിപ്പോ നേരത്തെ യുവരാജ് പറഞ്ഞതുപോലെ ഈദ്ഗാഹ് എവിടെയെങ്കിലും ഇപ്പോ പുത്തരിക്കണ്ടത്തോ അല്ലെങ്കിൽ കൊച്ചിയിലെ മറൈൻ ഡ്രൈവിലോ ഒക്കെ ഈദ്ഗാഹ് നടത്തിയുണ്ട് അത് വഖഫ് പ്രോപ്പർട്ടി ആവും എന്നുള്ളതല്ല. മറിച്ച് കാലങ്ങളായിരിക്കുന്ന പള്ളി, ഇന്നിപ്പോ ഒരു MP ചൂണ്ടിക്കാണിച്ചു 200 കൊല്ലമായിട്ട് ഡൽഹിയിൽ ഇരിക്കുന്ന, പാർലമെന്റിന് തൊട്ടടുത്തിരിക്കുന്ന മുസ്ലിം പള്ളിയുണ്ട്. അപ്പോൾ അതിന് വഖഫ് നാമയില്ല, അതിന് രേഖയില്ല എന്ന് പറഞ്ഞ് വേണമെങ്കിൽ ആ പള്ളി വേണമെങ്കിൽ ഏറ്റെടുക്കാം. അങ്ങനെ പഴയ പള്ളികളാണ്, ഇതിനൊക്കെ രേഖ ഉണ്ടാവും, എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾ ഇതിനെല്ലാം രേഖ കാണിക്കണം. നമ്മൾ ഈ പറഞ്ഞ 300 കൊല്ലം പഴക്കമുള്ള ഈ പള്ളിയുടെ രേഖ എവിടെ? രേഖ കാണിച്ചാൽ അത് വഖഫാണെന്ന് ഞങ്ങൾ അംഗീകരിക്കാം. ഇല്ലെങ്കിൽ വേണമെങ്കിൽ അത് സർക്കാരിലേക്ക് മുതൽക്കൂട്ടാമെന്ന് പറയുമ്പോൾ ഒരു ന്യൂനപക്ഷ മതവിഭാഗത്തിന്റെ ആരാധനാലയങ്ങളെ കുറിച്ചാണ് യുവരാജ് നമ്മൾ സംസാരിക്കുന്നത്. ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കില്ലേ അത്? അഭിലാഷേ, ഇതിനകത്ത് എങ്ങനെയാണ് നാളെ ഒരു സമയത്ത് ഒരാൾ പോയിട്ട് നിങ്ങളുടെ രേഖയില്ല അതുകൊണ്ട് ഇത് ഞങ്ങളുടേതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടേതായിട്ട് മാറുന്നത്? കോടതിയില്ലേ? ഇപ്പൊ നോക്കൂ, താങ്കൾ എന്റെ പ്രോപ്പർട്ടിയിൽ അങ്ങനെ ഇത് വഖഫാണെന്ന് പറഞ്ഞ് ക്ലെയിം നടത്തിയാൽ നമ്മൾ തമ്മിൽ ഒരു സിവിൽ ഡിസ്പ്യൂട്ട് ആയി, അത് കേസായി. അതിപ്പോ പള്ളിയുടെ കാര്യത്തിൽ മാത്രമാണോ? താങ്കൾക്കല്ല, ഒരു വഖഫ് അഭിലാഷേ, ഞാൻ ചോദിക്കുന്നത് കേസ് ഫയലിൽ സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പ്രോപ്പറായിട്ട് ഒരു രേഖ കൊണ്ട് കൊടുക്കണ്ടേ? അല്ലാണ്ട് വെറുതെ ഞാൻ കോടതിയിൽ പോയിട്ട് നാളെ അഭിലാഷിന്റെ വീട് എന്റെ വീടാണെന്ന് ഞാൻ പോയിട്ട് അവിടെ പോയി പറഞ്ഞു കഴിഞ്ഞാൽ കോടതി കേസ് ഫയലിൽ സ്വീകരിക്കുമോ? എനിക്ക് മനസ്സിലാകുന്നില്ല. നമുക്ക് അങ്ങനെ പോയി പറയാനുള്ള റൈറ്റ് ഉണ്ടോ? എങ്കിൽ പിന്നെ നമുക്ക് നാട്ടിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദ്രവിക്കാൻ പാടില്ലേ? ഇനിയിപ്പോ ഞാനൊരു മുന്നാധാരം ഹാജരാക്കണം, അല്ലാന്നുണ്ടെങ്കിൽ മറ്റൊരു രേഖ ഹാജരാക്കണം, ഞാൻ ടാക്സ് അടയ്ക്കുമായിരുന്നു അല്ലെങ്കിൽ എന്റെ പൂർവികരാരെങ്കിലും നമ്മൾ പറയണം. ആരെങ്കിലും പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് കേസാവും. അല്ലെങ്കിൽ വഖഫ് സംവിധാനങ്ങൾ തൊട്ടടുത്ത സ്ഥലമൊക്കെ ഇത് ഞങ്ങളുടേതാണെന്ന് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് വഖഫ് ഭൂമിയാവും എന്നാണ് താങ്കൾ ക്ലെയിം ചെയ്യുന്നത്. അങ്ങനെ ആരെങ്കിലും ക്ലെയിം ചെയ്താൽ അതൊരു ഡിസ്പ്യൂട്ട് അല്ലേ? അത് കോടതിയിൽ സെറ്റിൽ ചെയ്യില്ലെന്നാണ് എന്റെ ചോദ്യം. ഇത് മറ്റുള്ളവർക്ക് ക്ലെയിം ചെയ്യാനുള്ള റൈറ്റ് ഇല്ലെന്നേ. എനിക്കോ അഭിലാഷിനോ ദേവസ്വം ബോർഡിനോ ഇവിടുത്തെ ഒരു ക്രിസ്ത്യൻ പള്ളിക്കോ ഒരു സെക്കൻഡ് മുഹമ്മദ്, ഞാൻ എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യം, എന്റെ ഭാര്യ വീട്ടിൽ ഒരു കുടുംബക്ഷേത്രമുണ്ട്. ആ കുടുംബക്ഷേത്രം തൊട്ടടുത്തുള്ള ക്ഷേത്രം ഞങ്ങളുടേതാണെന്ന് പറഞ്ഞ് ക്ലെയിം ചെയ്ത് കേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊക്കെ ആർക്കും പറ്റും, അതൊക്കെ ആർക്കും പറ്റും. അത് രേഖകൾ ഹാജരാക്കി കോടതിയിൽ തെളിയിക്കുക. തിരിച്ചു ചോദിക്കുകയാണ്, താങ്കളുടെ ആ കുടുംബക്ഷേത്രം വെറുതെ കോടതിയിൽ പോയിട്ട് ഇത് ഞങ്ങളുടേതാണെന്ന് പറയുകയാണോ ചെയ്തത്, അതോ രേഖകളുമായിട്ട് പോവുകയാണോ ചെയ്തത് കോടതിയിൽ? രേഖകളെന്ന്
എന്ന് അവകാശപ്പെടുന്നത്. മാത്രമല്ല, നമ്മുടെ ഈ പറഞ്ഞ താങ്കൾ പറയുന്ന മുന്നാധാരം താങ്കൾ ഉത്തരവുണ്ട്. ഒന്ന്, അത് കോടതിയിലല്ലേ പോയിരിക്കുന്നത്. ഇപ്പോ ഈ പറയുന്ന ക്ഷേത്രം കംപ്ലീറ്റ് ചെയ്യട്ടെ. ക്ഷേത്രം പോയിട്ട് പറഞ്ഞിരിക്കുകയാണ് ഇത് ഞങ്ങളുടെ ഭൂമിയാണെന്ന് ഒരു ക്ഷേത്രം പറഞ്ഞിട്ട് കേസ് എവിടെയാ പോയിരിക്കുന്നത്? കോടതിയിൽ. അല്ലാണ്ട് ഇപ്പൊ ഒരു പർട്ടിക്കുലർ ബിയോട് പറയാണ് ഇത് ബി ഇരിക്കുന്ന പ്രോപ്പർട്ടി ഞങ്ങളുടേതാണെന്ന് പറയുമ്പോ ബി പിറ്റേ ദിവസം രാവിലെ ഈ ക്ഷേത്രത്തിൽ വന്ന് ക്ഷേത്ര കമ്മിറ്റിക്കാരുടെ മുമ്പിൽ വന്നിട്ട് അയ്യോ ഇത് ഞങ്ങളുടേതാണ് എന്ന് പ്രൂവ് ചെയ്യുന്ന സാഹചര്യമല്ലല്ലോ ഇരിക്കുന്നത്. നാട്ടിലൊരു സംവിധാനമുണ്ട്. ആ സംവിധാനത്തിന്റെ മുമ്പിൽ പോയിട്ട് ഭരണഘടന എന്താണോ പറയുന്നത് അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനുള്ള ആ ഒരു പ്രോസസ്സിലൂടെയാണ് അത് കടന്നു പോകുന്നത്. വഖഫിനെ സംബന്ധിച്ചിടത്തോളം വഖഫാണ് ഇത് പറയുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോടതിയിലല്ല പോകേണ്ടി വരുന്നത്. നിങ്ങൾക്ക് പകരം ഈ വഖഫ് ബോർഡിന്റെ മുമ്പിൽ വന്നിട്ട് നിങ്ങളുടെ ഉത്തരവാദിത്വമായിട്ട് മാറുകയാണ്. എന്താണ് എനിക്ക് ടൈറ്റിൽ ഇല്ല, നിങ്ങൾക്ക് ടൈറ്റിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സിവിൽ കോടതി പോകാം. അങ്ങനെയല്ലല്ലോ സാർ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തിനാ നേരത്തെ തമിഴ്നാട്ടിലുള്ള ഒരു ഗ്രാമത്തിന് മുഴുവനായിട്ട് നോട്ടീസ് അയച്ചിരിക്കുന്നത്? അവരാരെങ്കിലും നിങ്ങൾക്ക് തന്നായിരുന്നോ ഭൂമി? അവരാരെങ്കിലും തമിഴ്നാട് വഖഫ് ബോർഡിന് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നോ ഭൂമി? അവരാരെങ്കിലും വാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ലല്ലോ. അവരുടെ ഏതോ പൂർവികര് വാക്കാൻ പറഞ്ഞുള്ളതല്ലേ പറയുന്നത്. ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അദ്ദേഹം വളരെ മനോഹരമായിട്ട് അതിനെ എവേഡ് ചെയ്ത് പോവുകയാണ്. ഇവിടെ എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്കൊരു ഭൂമി ക്ലെയിം ചെയ്യുമ്പോ അത് വെറുതെ ക്ലെയിം ചെയ്താൽ മറ്റുള്ളവർ ഈ സാധനവും കൊണ്ട് കയറി ഇറങ്ങി നടക്കണമെന്നേ. മറ്റൊരു മതവിഭാഗത്തിന് അവിടെ ഒരു ക്രിസ്ത്യൻ പള്ളി എടുത്തോട്ടെ, അവർക്ക് ഞങ്ങളുടേതാണ് ഈ ഭൂമി എന്ന് പറഞ്ഞ് ക്ലെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മുഴുവൻ രേഖകളും ഹാജരാക്കി വില്ലേജ് ഓഫീസ് മുതൽ കോടതി വരെ പോയാൽ മാത്രമേ കേസ് ഫയൽ ചെയ്യപ്പെടുള്ളൂ. അപ്പോഴേ ഈ പറയുന്ന ബാക്കി ഇഞ്ചക്ഷൻ ആവട്ടെ, ബാക്കി സ്റ്റേ ആവട്ടെ, ബാക്കി കാര്യങ്ങളെല്ലാം നടക്കുള്ളൂ. ഇവിടെ വഖഫ് ക്ലെയിം ചെയ്ത് കഴിഞ്ഞാല് ഞാൻ പറഞ്ഞതല്ലെന്നേ, അവിടുത്തെ ജനങ്ങൾ മീഡിയയോട് പറയുന്ന കാര്യമാണ് ഞങ്ങൾക്ക് ഭൂമി വിൽക്കാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? കാരണം വഖഫ് ക്ലെയിം ചെയ്തത് ഞങ്ങളുടെ ഭൂമിയാണെന്ന് ക്ലെയിം ചെയ്തു. ഞങ്ങൾ എന്ത് ചെയ്യും എന്നാണ് അവര് ചോദിക്കുന്നത്. അഭിലാഷേ, ഈ നറേറ്റീവ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഇപ്പൊ ഇദ്ദേഹം ശ്രീ മുഹമ്മദ് ഷാ ഇവിടെ വളരെ ഭംഗിയായിട്ട് വേറൊരു തരത്തിൽ പ്രസന്റ് ചെയ്തു. മേൽശാന്തി, ഗുരുവായൂരിൽ മേൽശാന്തിയെ നിയമിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു മതസ്ഥർ ഇടപെടുന്ന ഒരു സംവിധാനം. ഇവിടെ നിങ്ങളുടെ പള്ളിയിലെ ആചാരപരമായ കാര്യങ്ങളിലോ അവിടുത്തെ പ്രധാന മൗലവിയോ തീരുമാനിക്കാനോ അല്ലല്ലോ ഇങ്ങനെ ഒരു സമ്മതി വന്നിരിക്കുന്നത്. താങ്കൾക്കും അറിയാം അത് അങ്ങനെയല്ല എന്നുള്ള കാര്യം. ലാൻഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിസ്പ്യൂട്ടുകളെ പരിഹരിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഇത്തരത്തിലൊരു കമ്മിറ്റി ഉണ്ടാകുന്നതും ആ കമ്മിറ്റിയുടെ മുമ്പിലേക്ക് ആ കമ്മിറ്റി ഫോം ചെയ്യപ്പെടുന്നത്. കാരണം എന്താണ്? ഈ ലാൻഡുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങൾ ഉണ്ടാകുന്നത് ഇൻസൈഡ് മുസ്ലിം കമ്മ്യൂണിറ്റി മാത്രമല്ല, ഔട്ട്സൈഡ് മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരുമായിട്ട് പരിഹരിക്കപ്പെടണം. അതിനപ്പുറത്ത് നോക്കൂ, ഒരു വഖഫ് സ്ഥാപനത്തിന്റെ ചുമതല, അതിന്റെ തലവൻ, ഒരു വഖഫ് സ്ഥാപനത്തിന്റെ തലവനായി ഒരു മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളെ അല്ലേ നിയോഗിക്കേണ്ടത്? വളരെ സിമ്പിൾ ആയിട്ടുള്ള യുക്തി വെച്ചിട്ട് ചോദിക്കുകയാണ്. ഒരു മുസ്ലിം മതസ്ഥാപനത്തിന്റെ അതിന്റെ തലവനായി CEO ആയിട്ട് എങ്ങനെയാണ് വേറൊരാൾ വരിക? അതിന്റെ കാര്യം എന്താണ്? അഭിലാഷേ, അതിൽ വളരെ വ്യക്തമായിട്ട് ഇവിടെ എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്തു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഡിസ്പ്യൂട്ട് വരുന്നത് കൂടുതലും നോൺ മുസ്ലിംസുമായിട്ടാണ് വരുന്നത്. ഇവരുടെ മാത്രം ബാധ്യതയായിട്ട് മാറുകയാണ് ഞങ്ങൾക്ക് പോയിട്ട് ഇത് പ്രൂവ് ചെയ്യുക എന്നുള്ളത് ഞങ്ങളുടെ ഭൂമിയാണെന്ന് പ്രൂവ് ചെയ്യാം. അപ്പോൾ നോൺ മുസ്ലിമിനെ വഖഫ് ബോർഡിന്റെ തലപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിസ്പ്യൂട്ട് ഒക്കെ തീരുമോ? അവർക്ക് അവിടെ സ്പേസ് ഓപ്പൺ ആവുമല്ലേ? നോൺ മുസ്ലിംമാരാണ്, കളക്ടറാണ് അല്ലേ, പിന്നെ ആരാണ്? MP ആണ്. പിന്നെ മാത്രമല്ല, ഇത് അനന്തകാലം നീളുന്ന, ഇത് കോടതിയിൽ പോകുന്ന കാര്യമല്ലല്ലോ. അവിടെ ഒരു കമ്മിറ്റി ഉണ്ടാവുന്നു, ആ കമ്മിറ്റിയുടെ ആർബിട്രായിട്ടാണ് കളക്ടർ വരുന്നത്. വഖഫ് ബോർഡുകളുടെ അല്ലെങ്കിൽ വഖഫ് സ്ഥാപനങ്ങളുടെ CEO ആയിട്ട് എന്തിനാണ് മുസ്ലിം ഇതരരെ നിയമിക്കുന്നത് എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഇപ്പോ ഒരു ഹിന്ദു മത സ്ഥാപനത്തിന്റെ തലവനായിട്ട് വേറൊരു മതസ്ഥരെ വെക്കാറില്ലല്ലോ, അതിന് കാര്യമില്ലല്ലോ. അഭിലാഷേ, ഇവിടെ ആചാരപരമായ കാര്യങ്ങളുടെ വിഷയമല്ലല്ലോ ഈ പറയുന്നത്. വിഷയം എന്താണ്? ഈ പറയുന്ന ലാൻഡുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാവുന്ന ഡിസ്പ്യൂട്ടുകൾ രണ്ടുപേരും ഒരു കാര്യത്തിലും കൂടെ ക്ലാരിറ്റി തന്നോട്ടെ. ഇവർ രണ്ടുപേരും കുറച്ച് നേരമായിട്ട് നോൺ മുസ്ലിംസിന്, അതായത് മുസ്ലിം അല്ലാത്തവർക്ക് ഭൂമി ഡൊണേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തെറ്റായിട്ടുള്ള കാര്യമാണ്. വഖഫ് ചെയ്യാൻ പറ്റില്ല. വഖഫ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു രേഖയും ഇല്ലാതെ എന്താണ് ഞങ്ങൾ കൊടുക്കുന്നു കേട്ടോ എന്ന് ഇപ്പൊ എന്താണ് എന്റെ അച്ഛൻ അപ്പൂപ്പന്മാര് പറഞ്ഞിരുന്നു എന്ന് വാക്കാൻ ഒരു സാധനം, അതിനെയാണ് വഖഫ് ചെയ്യാന്ന് പറയുന്നത്. അങ്ങനെ പറ്റില്ല എന്നുള്ളത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ എനിക്ക് വേണമെങ്കിലും നാളെ വഖഫ് ബോർഡിന് ഒരു ലാൻഡ് ഡൊണേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രേഖ പ്രകാരം കൃത്യമായി
ഈ മുത്തവല്ലിയാണ് ഈ ലാൻഡ് സർവേ തീരുമാനത്തിൽ എത്തേണ്ടത്. അപ്പൊ സ്വാഭാവികമായിട്ട് മുത്തവല്ലിയുടെ അല്ല നിങ്ങളുടെ ആചാരപരമായിട്ട് കാര്യങ്ങൾ ആൾക്കാരെ നിയമിക്കുവാൻ വേണ്ടിയിട്ടല്ലോ വരുന്നത്. മുത്തവല്ലി ആരാണ്? നിങ്ങൾ ഈ പേരൊക്കെ പറയുമ്പോ പൊതുജനം തെറ്റിദ്ധരിക്കപ്പെടും. അറിയില്ല, സർവേ ചെയ്യേണ്ട ആള് മുത്തവല്ലി എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് പറയുന്നത്.